ഷിഗല്ല ബാക്ടീരിയ ഇതിൻ്റെ മരണനിരക്ക് എത്ര കണ്ട് ഗുരുതരമാവാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട്? നമ്മൾ ആ രീതിയിലും കൂടി നമ്മൾ തയ്യാറാവണല്ലോ. അതെ അതെ, അത് ഷിഗല്ല വെറും സാധാരണ ഒരു വയറിളക്കത്തിനേക്കാളും കുറച്ചും കൂടെ ഡേഞ്ചറസ് ആണ്. കാരണം അതിന്റെ ഒരു കാരണം എന്താണ്, ഈ ഷിഗല്ല ബാക്ടീരിയ ഒരു ഗ്രൂപ്പാണ്. അതിൽ വളരെ ചെറിയ നമ്പർ കിട്ടിയാൽ തന്നെ പകരാം. അതാണ് ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയും. ചെറിയ തോതിലുള്ള അണുബാധ തന്നെ ഇത് അടുത്ത വ്യക്തിക്ക് അണുബാധ തുടങ്ങി വെക്കാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി വെക്കുമ്പോഴേക്കും അതിന് ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു വയറിളക്കം, കുടൽമാലയെ ബാധിച്ച് വയറിളക്കം ആൻഡ് നിർജ്ജലീകരണം മാത്രമല്ല, അതിന്റെ കൂടെ ടോക്സിൻസ് ഉണ്ടാക്കിയ അത് ബോഡിയിൽ പകരുകയും അങ്ങനെയും ഒരു സൈഡിൽ കൂടെ അത് ഒരു പ്രവർത്തനം നടക്കാം. പിന്നെ ബ്ലഡ് നഷ്ടമാകാം. കാരണം ഒരു ഡയറിയ, ഡിസെൻട്രി എന്ന് പറഞ്ഞ സ്റ്റൈലിലുള്ള വയറിളക്കമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ വിധ കാരണങ്ങൾ കൊണ്ടും ഒക്കെ അത് കുറച്ച് ഗൗരവത്തോടു കൂടിയാണ് നമ്മളെപ്പോഴും നോക്കുമ്പോൾ അതിനെ നമ്മൾ വേണ്ട ഗൗരവം കൊടുത്തും അല്ലെ, അസുഖങ്ങളെല്ലാം നമ്മൾ കുറച്ച് റെസ്പെക്റ്റോട് ട്രീറ്റ് ചെയ്യാം. ഒരു അസുഖത്തിനെ നമ്മൾ വളരെ ലാഘവത്തോട് ട്രീറ്റ് ചെയ്തുകൂടാ. പക്ഷേ ഗൈഡൻസ് എടുത്ത് ഡോക്ടേഴ്സിനോട് എപ്പോഴും സംസാരിച്ച് വിവരങ്ങൾ കൃത്യമായി പറയുന്നത് തന്നെയാണ് ഈ ചികിത്സയിലെ ഏറ്റവും വലിയ വിജയം. സോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ ചോദിക്കുക. ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി പാലിക്കുക. അതിൽ വിട്ടുവീഴ്ചകളും അതിനെ നിർത്തിക്കളയുക, മാറ്റുക, പകുതിയാക്കുക, ഡോസ് എഴുതിയാൽ പകുതിയാക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാതെ കറക്റ്റായി പാലിക്കുക. പുതിയ എന്തെങ്കിലും ചേഞ്ചസ് ബോഡിയിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ അറിയിക്കുക. സെയിം ഡോക്ടറെ അല്ലെങ്കിൽ സെയിം സ്ഥലത്ത് അറിയിക്കുക. ആ ഫോളോ അപ്പ് നമ്മൾ ഡെയിലി വാച്ച് ചെയ്യണം. എങ്ങനെയാണ്, ഇംപ്രൂവിങ് ട്രെൻഡ് ആണോ? ഇംപ്രൂവിങ് ട്രെൻഡ് അല്ല, എന്തെങ്കിലും റെഡ് ഫ്ലാഗ് സൈൻസ്, മയക്കം, വല്ലാത്ത ക്ഷീണം, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു വരിക, അബോധാവസ്ഥ കാണിക്കുക, ചുറ്റുപാട് പരിസരം അറിയാത്ത വിധത്തിൽ ഒരു മയക്കം ഉണ്ടാകുക, ജന്നി പോലത്തെ എന്തെങ്കിലും സിംറ്റംസ്, ഫിറ്റ്സ് ഉണ്ടാകുക, വെട്ടലുണ്ടാകുക. അപ്പോൾ ഈ വിധത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ അത് ഡോക്ടറെ അറിയിക്കാൻ വേണ്ടി അപ്പം തന്നെ അറിയിക്കണം. അതിനിപ്പോൾ ദിശ പോലത്തെ സംവിധാനങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ ഡോക്ടറെ അറിയിക്കാനുള്ള വഴിയുണ്ട്. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഈ ഇടങ്ങളിൽ കൂടുതൽ ആളുകൾക്കാർക്കെങ്കിലും നമ്മൾ ഈ സൂചിപ്പിച്ച രോഗലക്ഷണങ്ങൾ ഒന്നിച്ച് കണ്ടാൽ ഒരു പ്രത്യേക ജാഗ്രത അവിടെ കൊടുക്കേണ്ടതുണ്ടല്ലേ? ഉണ്ട്. കാരണം അത് ഒന്നിച്ച്, പ്രത്യേകിച്ചും സ്കൂളുകളിൽ ഇത് നമുക്ക് ജാഗ്രത അല്ലെങ്കിൽ തന്നെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം സ്കൂൾ കുട്ടികൾക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. അവരും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്താണ്. കാരണം അവർ കൊടുക്കുന്ന അറിവ് കുട്ടികളെ വീട്ടിലും കൊണ്ടുപോകും. കാരണം ടീച്ചർ പറയുന്ന വാക്ക് നമുക്കറിയാം, വേദവാക്യമാണ് കുട്ടികളെ സംബന്ധിച്ച്. സോ ടീച്ചേഴ്സിൽ കൂടെ ശാസ്ത്രീയമായ കൊച്ചു കൊച്ചു അറിവിൻ്റെ ശകലങ്ങൾ, എങ്ങനെയാണ് വയറിളക്കം പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഈ കൈ കഴുകുന്ന കാര്യം, ആഹാരം സേഫായിട്ട് വെച്ചിരിക്കുന്ന കാര്യം, വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാര്യം, പൈപ്പിലെ വെള്ളം നേരിട്ട് കുടിക്കാതിരിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം വീട്ടിലെത്തിക്കുകയും ചെയ്യും. പിന്നെ ഇന്ന് നമ്മുടെ ഈ പേരന്റ് ടീച്ചർ അസോസിയേഷൻസ് വളരെ വളരെ ആക്റ്റീവാണ്. അപ്പോൾ കുട്ടികൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഇപ്പോൾ പേരൻസുമായിട്ട് എല്ലാ ക്ലാസ്സുകാർക്കും സ്കൂളുകാർക്കും ഉണ്ട്. അപ്പോൾ ഒരു അറിയിപ്പൊക്കെ സ്കൂളിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ആ സ്കൂളിലെ എല്ലാ പേരൻസിനെ അറിയിക്കുന്നത് വളരെ ഉപയോഗമാണ്. അതിനുള്ള വഴിയും നമുക്കുണ്ട്. മറ്റ് ഓഫീസുകളോ കോമൺ ആയിട്ടുള്ള വാട്ടർ സോഴ്സ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടെയും നമ്മൾ ഒന്നാമത് അവിടുത്തെ സോഴ്സ് പരിശോധിക്കും. പിന്നെ അവിടെ എന്തെങ്കിലും ഔട്ട് ബ്രേക്കിന് കാരണമുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഒരു എപ്പിഡെമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അവയർനെസ് എല്ലാവർക്കും കൊടുക്കുക. ഇന്ന് അതും നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പോൾ ചാനൽ ഇങ്ങനെ വരുന്നു. സോ ഇത് നിങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലൊരു പ്രവർത്തനമാണ്. കാരണം ശാസ്ത്രീയമായ അറിവാണ് ഇതിനൊക്കെ എതിരായിട്ടുള്ള കാര്യം. നമ്മൾ വെറുതെ ആങ്സൈറ്റി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആശങ്ക പരത്തുന്ന ചെയ്യാതെ ഈ വിധത്തിൽ നല്ല ശാസ്ത്രീയമായ പരിപാടികൾ, പ്രോഗ്രാംസ് ജനങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഇത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഒരു കാര്യം കൂടി, മഴക്കാലമാണ്, പൊതുവിൽ പനിക്കാലമാണ്, രോഗങ്ങളുടെ ഒരു കാലമാണെന്നാണ് പറയാറ്. നമുക്ക് കോവിഡ്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? നമുക്ക് അതിൻ്റെ ഒരു ജാഗ്രത നമ്മുടെ ഒരു പ്രോട്ടോക്കോളിൽ ഇപ്പോഴും ഉൾപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും ലക്ഷണം വരുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് ഇപ്പോഴും നടത്തി പോകുന്നുണ്ടോ? ആ കാര്യം കൂടി ഒന്നറിയോ? ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിന്റെ കൂട്ടത്തിൽ ഒന്ന് കോവിഡ്, H1N1 ഇൻഫ്ലുവൻസ, ബി ഇൻഫ്ലുവൻസ, ഇതെല്ലാം ആദ്യം റെയർ ആയിട്ട് വന്ന അസുഖങ്ങൾ ഓരോ കൊല്ലം മുമ്പോട്ട് പോകും തോറും സമൂഹത്തിനകത്ത് വ്യാപിച്ച് ചെറിയ തോതിലുള്ള ഒരു സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അതിനെ നമ്മൾ എൻഡമിസിറ്റി എന്ന് പറയും. എൻഡമിക് എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ സ്ഥിരക്കാരായി കഴിഞ്ഞവരൊക്കെ, ഈ നമ്മളില്ലേ മറ്റ് സ്ഥലത്തെ ജോലിക്കാർ ഇപ്പോൾ ഇവിടെ വന്ന് പലരും താമസിക്കുന്നവർ, ഇവിടുത്തെ സ്ഥിരക്കാരായി കഴിഞ്ഞു ഈ അണുക്കളൊക്കെ. അപ്പോൾ അണുക്കൾക്ക് അനുകൂലവും മനുഷ്യർക്ക് പ്രതികൂലമായ ഈ അവസ്ഥ, ഫോർ എക്സാമ്പിൾ മഴ, തണുപ്പ്, കാറ്റ് കൊള്ളു, എല്ലാവരും ചുമയ്ക്കുന്നു, തുമ്മുന്നു, അപ്പോൾ ഇങ്ങനെ വായു തുറന്ന് ചുമയ്ക്കുന്നു. അപ്പോൾ ഈ നേരത്ത് ശ്വാസകോശ രോഗങ്ങളായ കോവിഡ് ആയിക്കോട്ടെ, H1N1 ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസാസ്, സാധാരണ വൈറൽ ഫീവർ എന്ന് പറയുന്ന കൊച്ചു കൊച്ചു പനികളും എല്ലാം ഈ നേരത്ത് പകരാൻ ഈസിയാണ്. അപ്പോൾ ഇത് എൻഡമിക് ആയ രോഗങ്ങൾക്ക് പൊതുവെ ടെസ്റ്റിംഗ് വേണ്ട എന്നുള്ളതാണ് ലോകം ഒട്ടാകെയുള്ള ശാസ്ത്രീയ ലോകത്തിൻ്റെ ഒരു പോളിസി. ആദ്യമായിട്ട് വരുന്ന സാധനങ്ങൾക്ക് ടെസ്റ്റിംഗ് ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഒരു ടേക്ക് കെയർ ഹോമോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലൊക്കെ പെട്ടെന്ന് കുറേ പേർക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അല്ലാതെ ഓരോ വ്യക്തിക്ക് വരുമ്പോഴും ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇതിന് നല്ല പ്രോട്ടോക്കോൾ കേരള ആരോഗ്യ വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രോട്ടോക്കോൾ പ്രകാരമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ പ്രോട്ടോക്കോൾ പാലിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് പെടും, ആ നെറ്റിനകത്ത്. സോ ഇൻഡിവിജ്വലായിട്ട് ടെസ്റ്റിംഗ് വേണ്ട. നമ്മൾ ചുമയ്ക്കാൻ തുമ്മയും ചെയ്യുമ്പോൾ കർച്ചീഫ് യൂസ് ചെയ്യാം മഴക്കാലത്ത്.
അത് തന്നെ മതി കോവിഡിനെയും നമ്മൾ ഇൻഫ്ലുവൻസിനെയൊക്കെ നേരിടാനുള്ള ഏറ്റവും പ്രധാന പ്രിവെൻഷൻ അതാണ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ വിശദമായി പൊതുജനാരോഗ്യം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചതിന്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ജാഗ്രത വേണം, കരുതിയിരിക്കാം. നമ്മൾ ഇതിനെല്ലാം മുമ്പും നേരിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ജാഗ്രത പാലിക്കൽ തന്നെയാണ് നമുക്കിവിടെ ആവശ്യം. ഡോക്ടർ അമർ ഫെറ്റിലാണ് ഷിഗലയെ എങ്ങനെ നേരിടാം, എങ്ങനെ മുൻകരുതൽ സ്വീകരിക്കാം എന്ന കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.